ഇറാനെതിരായ യുദ്ധലക്ഷ്യങ്ങൾ പൂർത്തിയാകാൻ പോകുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനികാക്രമണം ആരംഭിച്ച് 4 ആഴ്ച പിന്നിടുമ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ ട്രംപ് പറഞ്ഞത്. തങ്ങളുടെ പ്രധാന യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വക്കീലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സൈനിക നടപടി ഉടൻ തന്നെ പൂർത്തിയാകുമെന്ന് വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ നാവികസേന പൂർണ്ണമായും ഇല്ലാതായെന്നും വ്യോമസേന തകർന്നടിഞ്ഞ നിലയിലാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. കൂടാതെ ഇറാന്റെ നേതൃനിരയിലെ ഭൂരിഭാഗം പേരെയും വധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ ദൌത്യം വളരെ വേഗത്തിൽ തന്നെ അമേരിക്ക പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ എപിക് ഫ്യൂറി വഴി അമേരിക്കൻ സൈന്യം വേഗമേറിയതും നിർണായകവുമായ വിജയങ്ങൾ കൈവരിച്ചതായി ട്രംപ് അവകാശപ്പെട്ടു. ലോകത്തിലെ ഭീകരവാദത്തിന്റെ പ്രധാന സ്പോൺസറായ ഇറാനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ പൂർത്തിയാകാറായെന്നും യുദ്ധം വൈകാതെ അവസാനിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇറാന്റെ നാവികസേന പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടു. വ്യോമസേന തകർക്കപ്പെട്ട നിലയിലാണ്. വരും ആഴ്ചകളിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ തങ്ങൾ അവരെ അതിശക്തമായി പ്രഹരിക്കാൻ പോവുകയാണെന്നും വൈറ്റ് ഹൌസിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ കമാൻഡ് ഘടന തകർക്കപ്പെടുകയും മിസൈൽ ഡ്രോൺ വിക്ഷേപണ സംവിധാനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്കൻ സൈന്യം തകർത്തതായും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ പ്രധാന നേതൃനിരയിലുള്ള പലരെയും വധിക്കാൻ സൈന്യത്തിന് സാധിച്ചുവെന്നും ആയുധ നിർമ്മാണശാലകൾ ഉൾപ്പെടെയുള്ളവ തകർത്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ തങ്ങളുടെ ശത്രുക്കൾ പരാജയപ്പെടുകയാണെന്നും അമേരിക്കൻ സൈന്യം കൂടുതൽ കരുത്തോടെ മുന്നേറുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പുകളെ തള്ളിക്കൊണ്ട് 6 മാസമെങ്കിലും നീണ്ടുനിൽക്കുന്ന ശക്തമായ യുദ്ധത്തിന് രാജ്യം സജ്ജമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. യുദ്ധം 2 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമെന്ന് ട്രംപിന്റെ അവകാശവാദങ്ങൾ നിലനിൽക്കെയാണ് അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ പ്രതിരോധത്തിന് സമയപരിധികളില്ലെന്നും ഏതറ്റം വരെ പോകാനും ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ പുതിയ ഭരണകൂടവുമായി ഗൌരവമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന ട്രംപിന്റെ പ്രസ്താവന അരാഗ്ചി പൂർണ്ണമായും നിഷേധിച്ചു. അമേരിക്കയുമായി നിലവിൽ നേരിട്ടുള്ള യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും ഉടമ്പടികളിൽ എത്താനായി സംഭാഷണങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് അതിനെ ചർച്ചയെന്ന് വിളിക്കുന്നത്. അത്തരമൊരു സാഹചര്യം നിലവിലില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എങ്കിലും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും മധ്യസ്ഥർ വഴി പരോക്ഷമായ ആശയവിനിമയം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങളിൽ ഭൂരിഭാഗവും ഇറാൻ അംഗീകരിച്ചെന്ന ട്രംപിന്റെ വാദവും അരാഗ്ചി തള്ളി. അമേരിക്കയുടെ ആവശ്യങ്ങൾ യാഥാർത്ഥ്യബോധമില്ലാത്തതും അമിതവുമാണെന്നും ഇറാന്റെ നിലപാട്. ഭീഷണിയുടെയും സമയപരിധിയുടെയും ഭാഷയിൽ ഇറാനോട് സംസാരിക്കാൻ കഴിയില്ലെന്നും ട്രംപ് തന്റെ സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ മേഖലയിൽ സമാധാനം ഉറപ്പാക്കി യുദ്ധം അവസാനിപ്പിക്കുകയാണ് ശത്രുക്കൾ ചെയ്യേണ്ടത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഈ കർക്കശ നിലപാട് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പരോക്ഷമായ ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നേരിട്ടുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നത് മേഖലയിലെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. അതിനിടെ US ഇസ്രായേൽ സംയുക്താക്രമണത്തെ നേരിടുന്ന ഇറാനിൽ നിന്ന് 6 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വഹിച്ച കപ്പൽ ഏപ്രിൽ 4-ന് ഗുജറാത്ത് തീരത്തെത്തും. ഇന്ത്യയുടെ പഴയ എണ്ണ വ്യാപാര പങ്കാളിയായ ഇറാനിൽ നിന്ന് 7 വർഷത്തിനു ശേഷമാണ് എണ്ണക്കപ്പൽ എത്തുന്നത്. റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാന്റെ ഖാർഗ് ദ്വീപിൽ നിന്ന് ആഫ്രിക്കൻ രാജ്യമായ സ്താനിയുടെ പതാകയുള്ള കപ്പലിൽ കൊണ്ടുവരുന്ന ക്രൂഡ് നയാര കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള വാദിന റിഫൈനറിയിലേക്കെന്നാണ് വിവരം. രാജ്യത്തെ എണ്ണ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്ന ഇടപാടിന് മറ്റു ചില നേട്ടങ്ങളുമുണ്ട്. അന്താരാഷ്ട്ര വിലയെ അപേക്ഷിച്ച് ബാരലിന് $39 വരെ വിലക്കുറവും രൂപയിലുള്ള ഇടപാടുമാണത്. ഉപരോധം കാരണം ഇറാന് ഡോളർ, യൂറോ കറൻസികളിൽ ഇടപാട് സാധ്യമല്ല. ഇന്ത്യൻ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം ഉപയോഗിച്ച് ഇറാന് ഭക്ഷണവസ്തുക്കളും മരുന്നും മറ്റും വാങ്ങാം. ഇറാൻ പണം സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ലെന്ന് ഇന്ത്യക്ക് വാദിക്കാനുമാകും. ചൈനയിലേക്കും ഇറാൻ എണ്ണ പോകുന്നുണ്ട്. ന്യൂസ്